എന്ത്? അല്ല, ആ വെളുത്ത കുട്ടിയുടെ സുഖാണോന്ന് ചോദിക്കണോണ്ട് കുഴപ്പമുണ്ടോ? ഔട്ട് ഓഫ് ദ റൂൾ ആണ്. നീ പൊന്നമ്മ സാറിനോടൊന്ന് ചോദിച്ചോ. താങ്ക് യു ഗോപിയേട്ടാ. അല്ലല്ല, ചേട്ടന്റെ സ്ഥാനത്ത് ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ പറയുമ്പം സോറി. പോടാ. ഇന്ന് കൂടുതൽ സുന്ദരിയ ഉണ്ടല്ലോ. ഫേഷ്യൽ വല്ലതും ചെയ്താ? ഇല്ല, വെറുതെ. എന്തായാലും മുഖത്തൊരു തിളക്കമുണ്ട്. അമ്മായിമ്മ നാട്ടിൽ പോയാ? അതെ, 2 ദിവസമായിട്ട് ബദാം മിൽക്ക് കഴിക്കുന്നുണ്ട്. ചിലപ്പോ അതിന്റെ ആയിരിക്കും. അല്ലെങ്കിൽ പൊന്നമ്മ സാറിന് മുടിഞ്ഞ ഗ്ലാമറ സിനിമയിലൊക്കെ അഭിനയിക്കാൻ കൂടെ? ഒന്ന് പോടാ. ഞാൻ പോവില്ല. കേട്ടോ ഗോപി സാറേ, ഇവന്റെ ഓരോ വർത്താനങ്ങളെ എന്നോട് സിനിമയിൽ അഭിനയിച്ചൂടെ? അഭിനയിക്കുന്നു. പോലീസായിട്ട് നമുക്ക് ബുദ്ധി വളർന്നിട്ടില്ലേ? എന്താ ഗോപി സാറിന്റെ അഭിപ്രായം? അഭിനയിക്കണോ? പിന്നെ അഭിനയിക്കണം. ഭയങ്കര എക്സ്പ്രഷൻ അല്ലേ ഗോപി സാർ എപ്പോഴും പറയാറില്ലേ? പൊന്നമ്മ സാർ നടക്കുമ്പോ മുഖത്ത് മാത്രമല്ല ബാക്കിലും ഭയങ്കര എക്സ്പ്രഷൻ ആണ്. സാറൊന്ന് മോൻ കൊണ്ട് കാണിച്ചില്ലേ? പൊന്നമ്മ സാർ നടക്കുമ്പോഴേ സാറാള് കൊള്ളാലോ. ഇങ്ങനത്തെ വൃത്തികേടുകളൊക്കെയാണോ ഇവന്മാരോട് പറയുന്നത്? മനുഷ്യൻ ഇനി മര്യാദയ്ക്ക് നടക്കാനും കൂടെ പറ്റത്തില്ല. എന്തൊരു കഷ്ടമാണ്. ഞാനിങ്ങനെ അവരുടെ മുഖത്ത് നോക്കൂടാ. അതിന് സാർ എപ്പോഴും അവരുടെ മുഖത്ത് നോക്കിയിട്ടുള്ളത്. എന്തായാലും പൊന്നമ്മ സാറ് പോയി. എനിക്ക് ഇനി എന്റെ നാട്ടുകാരായിട്ട് ധൈര്യമായിട്ട് സംസാരിക്കാം. പിന്നെ സാറ് നടക്കുമ്പോഴുണ്ടിട്ട് ഈ കുഴപ്പം പൊന്നമ്മ സാറ് പറഞ്ഞതാ. ഏയ്, ഞാൻ നടക്കുമ്പോ അങ്ങനെയുണ്ടോ? എന്താ കഴിക്കുന്നില്ലേ? തിരക്ക് കഴിയട്ടെ എന്ന് കരുതിയോ? കിച്ചണിലെ മേസ്തിരി ഞാനാ. ഇവിടെ ഞങ്ങളുണ്ടാക്കുന്ന ബെസ്റ്റ് ഫുഡാട്ടാ. കഴിച്ചിട്ട് എരിവോ പുളിയോ എന്തെങ്കിലും കൂട്ടണമെങ്കിലോ കുറയ്ക്കണമെങ്കിലോ പറഞ്ഞാൽ മതി കേട്ടോ. പിന്നെ ഇഷ്ടപ്പെട്ട ഐറ്റങ്ങളുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ആരും കാണാതെ ഞാൻ ചോറിൽ കുഴിച്ചിട്ട് കൊണ്ടുതരാം. വലിയ വലിയ കല്യാണ വീട്ടിലെ പോലെ ഇവിടെയും ബൊഫയാ. അല്ല, അവിടെ ചെന്ന് പാത്രം നീട്ടിയാലും എന്തെങ്കിലും തരുള്ളൂ. വരൂ, അല്ലെങ്കിൽ ഞാൻ പോയിട്ട് വാങ്ങിച്ചിട്ട് വരണോ? വേണ്ട. ഒരു ദിവസം ഞാൻ വീട്ടിൽ വന്നിരുന്നു. അപ്പോഴേ ജോലി കിട്ടി ഡൽഹിക്ക് പോയി എന്നറിഞ്ഞത്. ജോലി എന്താന്ന് ഇപ്പോഴാ മനസ്സിലായത്. അല്ല, അന്ന് കൊല്ലാൻ വന്നാരാ? നിങ്ങളുടെ മയക്കുമരുന്ന് മാഫിയയിൽ ആരെങ്കിലും? അതൊന്നും വലിയ കാര്യാക്കണ്ടെന്നേ. പഴയ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മറന്നു കളയേ. ഞാൻ ജനിച്ചു വളർന്ന എന്റെ വീട്ടിലേക്ക് കുട്ടി വലതുകാലം എടുത്ത് വെച്ച് വന്നിരിക്കുക. 2 വർഷം എന്ന് പറഞ്ഞ കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും പോയിരിക്കും. ഒന്നുകൊണ്ടും വിഷമിക്കണ്ടെന്നേ. ഈ മതിലിന്റെ അപ്പുറത്ത് ഞാനുണ്ട്. എന്താ ആവശ്യം ഉണ്ടെങ്കിലും ഉണ്ണിക്കുട്ടാ എന്നൊന്ന് വിളിച്ചാൽ മതി. സെല്ലിൽ കിടന്ന് ഞാൻ വിളിയേക്കും. പിന്നെ ഇവിടുന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ ബിസിനസ് വേണ്ടട്ടോ. ഡ്രഗ്സേ. അതെ, ഒന്ന് നിൽക്കൂ. ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞോട്ടെ. ആലോചിച്ചിട്ട് മറുപടി പറഞ്ഞാൽ മതി. ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞ് പുറത്തിറക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് ജീവിച്ചൂട്ടെ. വളഞ്ഞോ? ഇപ്പോഴൊക്കെ എങ്ങോട്ട് നോക്കിട്ടാ പ്രേമിക്കുന്നേ? അതെ, അതല്ലെന്നേ. ആ കുട്ടിയോട് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിനോട് എന്റെ ചേച്ചിയുടെ സ്ഥാനത്ത് നിന്ന് അതിനൊരു ഉത്തരം ചോദിച്ചു വെക്കണം. എന്റെ ജീവിത പ്രശ്നമാണ്. മടി കാണിക്കരുത് പ്ലീസ്. നീ ചെല്ല്. അതെ, ഈ സാറിന് ഞാൻ ഗോപി സാറിന് കൊടുത്തിട്ട്. ഒന്ന് പോടാ. എന്താടാ? പാവന്റെ അമ്മ. ഞാൻ രാത്രി എത്ര വൈകിയാലും എനിക്ക് ഭക്ഷണം വെച്ച് കാത്തിരിക്കായിരുന്നു. എന്റെ അമ്മ ഇപ്പൊ. അമ്മയ്ക്ക് അത്രയ്ക്ക് സ്നേഹമായിരുന്നു. അമ്മയോട് എനിക്കും ഭയങ്കര സ്നേഹമായിരുന്നു. പാവം. കരയാതെ. മിണ്ടാതെ കഴിച്ചിട്ട് എഴുന്നേറ്റ് പോണ പട്ടി. അവൻ അവന്റെ അമ്മയുടെ കാര്യം പറഞ്ഞല്ലേ? ആ അമ്മ തല്ല് കൊന്നേനെ ഇവനിവിടെ വന്ന് കിടക്കണേ. മനഃപൂർവ്വം ചെയ്തല്ല. കഞ്ചാവ് അടിച്ച് റിലേ പോയിരിക്കായിരുന്നു. അപ്പൊ എന്റെ പ്ലേറ്റിലെ ചോറ് പൂച്ച തിന്നാണ്ട് ചെരവത്തടിക്ക് തലക്കടിച്ചതാണ്. പക്ഷെ പൂച്ചയുടെ സ്ഥാനത്ത് പൂച്ചയായിരുന്നില്ല, എന്റെ അമ്മയായിരുന്നു. നാട്ടുകാരും വീട്ടുകാരും എന്നെ കുറ്റപ്പെടുത്തി. അപ്പോഴും അച്ഛനെ കെട്ടിപ്പിടിച്ച് അഭിനന്ദിച്ച്. എന്നിട്ടിപ്പോ സമാധാനമായിട്ട് ചെറിയമ്മേനെ കല്യാണം കഴിച്ച് ജീവിക്കണം. പാട്ടി വേണ്ട, സങ്കടം വരുമ്പോ എനിക്ക് വിശപ്പ് കൂടും. കൊറേ നേരമല്ലേ കുഞ്ഞിരിക്കണു. ഏതക്ഷര നോക്കണേ? ഏയാ? അത് കൊറേ ഉണ്ടല്ലോ അതിനകത്ത്. ഇതൊക്കെ എവിടെന്നാ? ലൈബ്രറി പറഞ്ഞല്ലേ? ഓ, അവിടുത്തെ സാറിന് ഭയങ്കര ഗമയാ. ഞാനിന്ന് ലൈബ്രറി ചെന്നപ്പോ അവിടെ തന്നെ ഇറക്കി വിട്ടു. മേലെ ഇങ്ങോട്ട് വരാൻ പാടില്ലെന്നും പറഞ്ഞു. അതെന്തിന്?
ഞാനിപ്പോ ഒരു ലവിലൊക്കെ പെട്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഞാൻ കുറച്ച് ലവ് സ്റ്റോറി ഒക്കെ വായിക്കാൻ വേണ്ടി ചെന്നതാ. ഞാൻ ആ സാറിനോട് ചോദിച്ചു, സാറേ ലവ് സ്റ്റോറി വായിക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടോന്ന്. അപ്പൊ പറഞ്ഞു ചെമ്മീൻ ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞു തിന്നാനല്ല വായിക്കാനാണെന്ന്. അപ്പൊ പറഞ്ഞു കയറുണ്ടടാന്ന്. ഞാൻ ചോദിച്ചു കെട്ടിത്തൂക്കി ചാവാനാണോന്ന്. എന്നെ പിടിച്ചൊരു തള്ളാണ്. എന്നിട്ട് ഞാൻ വിനയത്തോട് ചോദിച്ചു, സാറേ തകഴിയുടെ പോകുമ്പോഴും ഉണ്ടോന്ന്. സാറ് ചാടി എഴുന്നേറ്റ് ഈ പാന്റ് അങ്ങോട്ട്. എന്തൊരു കഷ്ടം ഇത്. അല്ല പാന്റിന്റെ ബെൽറ്റ് അങ്ങോട്ട് വലിച്ചൂരിട്ട് എന്നെ തല്ലാൻ വന്നു. ഞാൻ അത് പറയാൻ വന്നാണ്. അത്രേ ഉള്ളൂ അല്ലേ? ഞാൻ ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചു. പൂവമ്പഴം തകഴിയല്ല, ബഷീറും എഴുതിയിട്ടുണ്ട്, കാരൂരും എഴുതിയിട്ടുണ്ട്. ഇവരൊക്കെ മലയാളത്തിലെ മഹാമാരായ എഴുത്തുകാരാ. അപ്പൊ ഏത്തപ്പഴം എഴുതിയാരാ? ഏത്തപ്പഴ എഴുതുവാണോടോ? പുഴുങ്ങി തിന്നുമല്ലേ? ഞാനൊന്ന് പഠിച്ചോട്ടെ. ഞാനൊന്ന് തിന്നോട്ടെ. അതെ, അവൻ പരീക്ഷ എഴുതാൻ പ്രത്യേക സാങ്ഷൻ വേണ്ടി അപേക്ഷിച്ചിരിക്കുക. MA പൊളിറ്റിക്സാ. ഞങ്ങൾക്കൊക്കെ വിവരില്ല നിൽക്കാൻ. ഇത്രയും പഠിപ്പുള്ള എന്തിനാ കൊല്ലും കൊലക്കൊക്കെ പോയത്? മിണ്ടേ സ്വാമി, ഭഗവാന്റെ ഉഗ്രം അടിച്ചു മാറ്റാൻ തനിക്ക് ആരും ഉപദേശിക്കാനുള്ള അവകാശം ഇല്ല കേട്ടോ. അടിച്ചു മാറ്റാന്ന് മാത്രം പറയട്ടോ. കുറച്ച് ദാരിദ്ര്യം വന്നപ്പോ ഞാൻ ഭഗവാന്റെ അടുത്ത് ചെന്ന് കോയമ്പത്തൂർ വരെ പോവാണ്, എന്റെ കൂടെ പോരുന്നെന്ന് ചോദിച്ചു. ഇവര് ഈ സ്ഥിരം പൂജയും വഴിപാടും കാര്യങ്ങളൊക്കെ ആയിട്ട് ബോറടിച്ചിരിക്കുകയാണല്ലോ. കേൾക്കേണ്ട താമസം എന്റെ കൂടെ ഇറങ്ങി ഇങ്ങോട്ട് പോകുന്നു. ഞങ്ങൾ രണ്ടാളും കൂടെ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോഴാണ് പോലീസ് വന്ന് പിടിച്ച്. എന്നിട്ട് ഞങ്ങൾക്ക് കേൾക്കണോ, ഇതേ പോലീസ് എന്നെ കുനിച്ചു നിർത്തി ഇടിച്ചപ്പോഴും ഭഗവാനെ തന്നെ ഞാൻ വിളിച്ചത്. അതാണ് എന്റെ ഭക്തി. തന്റെ ഒരു ഭക്തി ദൈവങ്ങളോടെ കളിക്കണെന്ന് ഓർത്തോ? ആ ഇവർക്കൊക്കെ ഒന്ന് ടൂർ പോണ എന്റെ സഹായം വേണം. എന്നിട്ട് കുറ്റം മുഴുവൻ വെക്കും. ദൈവങ്ങൾക്ക് പോലും ഒരു ഉപകാരം ചെയ്യും. എന്താടാ നീ ഇപ്പോഴേ കിടന്ന് ഉറങ്ങാൻ പോവാണോ? ഹേയ്, എനിക്കെങ്ങനെ ഉറങ്ങാൻ പറ്റും അവളുടെ മനസ്സറിയാതെ? അവൾക്ക് നിന്നെ ഇഷ്ടാവും. മനസ്സ് നിറച്ച് നന്മയുള്ളവരെ ആർക്കാ ഇഷ്ടപ്പെടാതിരിക്കാൻ കഴിയുക? ഇത് പഠിച്ചു കഴിഞ്ഞാ എന്തിനാ വായിക്കാനാ? വായിക്കാനല്ല, തലക്ക് വെക്കാൻ. മിണ്ടാതെ കിടന്ന് ഉറങ്ങാൻ നോക്കടാ. പുസ്തകത്തിന് എന്താ കനം? വെറുതെ ഇത് വായിക്കുന്ന ആൾക്ക് ഇത്ര തലക്കനം. ചിക്കനൊരു ശകലം കൊണ്ട് വേഗാനുണ്ടല്ലേ? ഉണ്ട് കേട്ടാ? എന്ത് പെണ്ണുങ്ങൾ ചിരി കേട്ടാ? ഓ, ഇതിന്റെ അകത്ത് ഒരുപാട് നല്ല പെണ്ണുങ്ങളുണ്ടെന്ന് നമ്മുടെ സ്വാമി പറഞ്ഞത്. എങ്ങനെയും ഇന്ന് അപ്പുറത്തെല്ലാം പറ്റിയിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനെ പ്രേമിക്കാമായിരുന്നു, നമ്മുടെ ഉണ്ണി ചെയ്ത പോലെ. അതിനിപ്പോ അവിടെ പോണമെന്നില്ല. പിന്നെ ബഷീറിന്റെ മതിലുകൾ വായിച്ചിട്ടുണ്ടോ? ബഷീറിന്റെ മതിലെ എഴുതി വെച്ചത് വായിച്ചിട്ടുണ്ട്. ഇവിടെ മൂത്രം ഒഴിക്കരുതെന്ന്. എടാ ആ ബഷീർ അല്ല, ആ, വൈക്കം മുഹമ്മദ് ബഷീർ. ഓ, അദ്ദേഹം ജയിലിൽ കിടക്കുമ്പം മതിലിനപ്പുറത്തുള്ള നാരായണിയെ സ്നേഹിച്ചു. ഇരുവരും പരസ്പരം കാണാതെ ശബ്ദത്തിലൂടെ മാത്രം പ്രണയിച്ചു. അതാണ് ദിവ്യമായ പ്രണയം. ആണോ? ആ, അങ്ങനെയൊക്കെ നടക്കുവോ? പിന്നില്ലേ. ഓ, അപ്പുറത്താരാ? നിന്റെ തള്ള അയ്യോ, ഈ ബഷീറിന്റെ കേസ് നടക്കൂല കേട്ടാ. എന്നാ നമുക്കങ്ങ് നടന്നാലോ? വാ, ഇത് നാരായണിയല്ല നാറിയാണിയാ. രാധിക, അല്ല രാധിക ഇതുവരെ മറുപടി ഒന്നും പറഞ്ഞില്ല. ഉണ്ണിക്കുട്ടനോട് ഞാൻ എന്താ പറയേണ്ടത്? ഒരു വിവാഹ ജീവിതത്തെക്കുറിച്ചുള്ള ചിന്ത ഇനി എന്റെ മനസ്സിലുണ്ടാകില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ ആ കണ്ണിലൂടെ കാണരുതെന്ന് അയാളോട് പറയണം. നീ വിഷമിക്കണ്ടടാ. ചിലപ്പോ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയില് ആ കുട്ടി അങ്ങനെ പറഞ്ഞതായിരിക്കും. ഇതല്ലെങ്കിൽ ഇതിനേക്കാൾ നല്ലൊരു പെൺകുട്ടിയെ നിനക്ക് കിട്ടൂലേ? കളയടാ. നീ ഇനി അവളെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കണ്ട. എല്ലാം അങ്ങ് മറന്നേക്ക്. നീ ഇതാരെ കുറിച്ചിട്ടാണ് ഈ കിടന്ന് വെട്ടുന്നേ? ഒന്ന് പതുക്കെ വെട്ടടാവേ. മതിയാ, ഇയാൾ ഇയാളുടെ പണി നോക്കണോ? മേസ്ത്രീനെ ഉപദേശിക്കാൻ വരില്ല കേട്ടാ. ഇവൻ എന്നാ ചെയ്ത്താൻ കൂടിയോ? അവിടെ പിശാചേ. നീ എന്താ കിച്ചൺ ഡ്യൂട്ടിന്ന് മാറി? അങ്ങനെ കണ്ട പെണ്ണുങ്ങൾക്ക് വെച്ചോളുമ്പോ എന്നെ കിട്ടില്ല. എന്റെ ഗോപിയേട്ടാ, അല്ല സാറേ, ഈ ഫീമെയിൽ ബ്ലോക്കിലേക്കുള്ള ഭക്ഷണം അവിടെ തന്നെ ഉണ്ടാക്കണല്ലേ നല്ലത്? അതിന് ഫീമെയിൽ ബ്ലോക്കിലെ കിച്ചന്റെ പണി കഴിയണ്ടടാ. അതിന്റെ പണി കഴിയുമ്പോഴേക്കും എന്റെ പണി കഴിയും. സത്യം പറഞ്ഞ മടുത്തു. എങ്ങനെയെങ്കിലും കാരാഗ്രഹത്തിൽ നിന്ന് പോയാ മതി. ജയിലില് പോലെ ഇവിടെ എന്താ വെയില് പോണില്ലെന്ന് പറഞ്ഞാണ്. ഇപ്പൊ അങ്ങനായോ?
എടാ നിന്റെ അച്ഛന്റെ അമ്മയുടെ ഒക്കെ ആത്മാവ് ഇവിടാന്ന് പറഞ്ഞിട്ട് ആത്മാക്കളൊക്കെ ഔട്ട്ഡോറും വരും. എന്നും ഈ ആത്മാക്കളെ കെട്ടിപ്പിടിച്ച് ഇതിനകത്തിരിക്കാൻ പറ്റുമോ? എനിക്ക് അങ്ങനെ അത്യാവശ്യമാണെങ്കിൽ ഞാൻ പുറത്തു പോകുമ്പോ ആവാഹിച്ചു കൊണ്ടോക്കോളാം. എന്റെ പൊന്നോ, ഈ ബംഗാളികൾ ഇതിനകത്തും വന്നാ ഇനി തുടങ്ങും അഭി തൊമാക്കി ബാലി പോഷി. നിയമസഭയിൽ മാത്രമേ ബംഗാളികളുടെ കുറവുള്ളൂ. ബംഗാളിലെ നിയമസഭ യവന്മാരുണ്ട്. നിന്നെ നീ എന്താ അരിവാളം പിടിച്ച നക്ഷത്രം ഉണ്ടോ? ചുറ്റിക്കടിക്കും ഞാൻ. ഒന്ന് പിടിച്ചേ, എനിക്ക് കുഴി വെട്ടാനുള്ള മൂടൊക്കെ പോയി. ഞാൻ പുല്ല് വെട്ടിക്കോളാം, നീ പോയേ. കാല് വെട്ടി വെട്ടി ഞാൻ. ഇതെന്ത് ഭ്രാന്താണ്? ഇവനെന്താ പറ്റിയ സാറേ? ഇങ്ങനൊരു ദേഷ്യം മുമ്പ് കണ്ടില്ല. ആ പെണ്ണിനെ അവനെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞടാ, അതിന്റെ പുകച്ചില. ആണാ? നേരാണോ ഉണ്ണിക്കുട്ടാ? ആ പെണ്ണ് തന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാ ശശിയായല്ലേ? എന്ത് പൊട്ടൻ. എന്ത് സാരയില്ലടാ, നമ്മളെ പോലെ സൗന്ദര്യം ഇല്ലാത്തവരൊന്നും പെണ്ണുങ്ങളെ ഇഷ്ടപ്പെടുകയില്ല. എല്ലാ ന്യൂ ജനറേഷൻ അല്ലേ. എന്താടാ എന്താടാ ഇത്? കണ്ണിന്റെ കാഴ്ച പോയ ചോര. അയ്യോ, ഞാൻ ദേ പോണേ. ടീച്ചറെ ഗുഡ് മോർണിംഗ്. എടാ സുഗുണ, നീ ഇവിടെ എത്തിയാ? ഞാൻ പഠിപ്പിച്ച ചെക്കനാ. പഠിപ്പിച്ച പിള്ളേരൊക്കെ നല്ല നിലയിലായല്ലേ? എന്നെ 7ാം ക്ലാസ് പഠിപ്പിച്ച ടീച്ചറാടാ. ആണോ? പഠിപ്പിച്ചതിന്റെ ശിക്ഷയൊക്കെ ടീച്ചർ അനുഭവിക്കുന്നത്. പഞ്ചപാവൻ ടീച്ചറാടാ. ഭർത്താവിനെ അടിച്ചു 2 പിള്ളേരെ കിണറ്റിലോട്ട്. അല്ലേ ടീച്ചർ? അല്ല, ഉണ്ണിക്കുട്ടൻ എന്തേ? ഓൻ കയ്യിലെ ഞരമ്പ് മുറിഞ്ഞ ആശുപത്രിയിലാണ്. അയ്യോ, എന്തു പറ്റി? ആത്മഹത്യ ശ്രമം വലുതാണോ? മനസ്സ് തകരുമ്പോഴുള്ള മനുഷ്യന്മാരൊരു അബദ്ധം കാണിക്കുക. അരിവാളെടുത്ത് വെട്ടിയതാ. അറിഞ്ഞോണ്ടാണ് അറിയാണ്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്താ കാര്യം? കാര്യം എന്താന്ന് ഇവളോടൊന്ന് ചോദിച്ചു നോക്കി. തേരാടി ചാകാതെ. അടുത്തല്ലോ. പറഞ്ഞത് ശരിയായിരുന്നു. ഉടനടി നടപടിയുണ്ടായി. അവര് കൊണ്ടുവന്ന ഡ്രഗ്സ് എന്റെ ബാഗിൽ നിന്ന് അവര് തന്നെ കണ്ടെടുത്തു. അതിന്റെ പേരിലുള്ള റെയ്ഡിൽ സ്റ്റുഡിയോന്നും വീട്ടിൽ നിന്നും അവർക്ക് വേണ്ടതെല്ലാം അവർ തപ്പിയെടുത്ത് കൊണ്ടുപോയി. ഇപ്പോൾ ആ കൊലപാതകത്തിന് യാതൊരു തെളിവും ബാക്കിയില്ല. എന്നാലും ഞാൻ ജീവനോടെ ഇരിക്കുന്നതിൽ അവർക്ക് ഭയമുണ്ട്. അതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങിയ ഏതെങ്കിലും ഒരു അപകടത്തിൽപ്പെട്ട് ഞാൻ ഇല്ലാതെയാകും. അവരെന്നെ ഇല്ലാതാക്കും. അവയിലറിഞ്ഞ സാമ്പാർ പോലെ ആയല്ലോ ഇത്. ക്ലോസറ്റോ? ഇവനത് നിലവറിയാ. കസ്റ്റംസിന്റെ കണ്ണും വെട്ടിച്ച് എത്ര സ്വർണ്ണ ബിസ്ക്കറ്റ് അവൻ കടത്തി അറിയോ? ഫേസ്ബുക്കിൽ ഇപ്പൊ അതിനൊരു പേരുണ്ട്, മലദ്വാർ ഗോൾഡ്. ഈ സ്വർണ്ണക്ക് ഇനി കഴുത്തിലിടാൻ പറ്റും. 450 ലൈക്കും കിട്ടി. മനുഷ്യനോട് വയറ്റിന്ന് പോകുന്ന വലിയ പാടാ. നിനക്ക് ഇങ്ങനെ സാധിക്കുന്നു? ഇതിന് മാത്രം സ്ഥലമുണ്ട്? എന്താടാ ഇത്? അത് സാധാരണ ആസനല്ല മോനെ, സിംഹാസന. സ്വർണ്ണ സിംഹാസനം. വേണ്ടേട്ടാ, ഞാൻ അങ്ങോട്ട് ഒന്നിരി പെടാന്നുണ്ടല്ലോ. പെടക്കങ്ങോട്ട് വാ. കളവ് തുടങ്ങുന്നതിന് മുന്നേ നാട്ടിൽ ഞാൻ ഗുണ്ടായുസത്തിൽ പുലിയേന് പുലി. ഇതാ ഇവിടെ ചോദിച്ചാ മതി അല്ലേ? അതെ അതെ. നാട്ടുകാർ മുഴുവൻ അയ്യപ്പനെ പോലെ പുലിപ്പുറത്തിരുന്ന് സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോഴാ പുലി ഗുണ്ടായുസ് അവസാനിപ്പിച്ചത്. അല്ലേ പുലി മോനെ? സപ്പോർട്ട് ചെയ്യാനല്ലേ പറഞ്ഞല്ലോ, പ്രസവിച്ച പുലിനെ കറക്കാൻ പറഞ്ഞില്ലല്ലോ. ഇവനെന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? കാതർക്ക് അറിഞ്ഞില്ലേ? ആളുടെ ഭാര്യ പെൺകുഞ്ഞിനെ പ്രസവിച്ചു. അതിപ്പോ പെണ്ണായാലും ആണായാലും എന്താ? അതല്ല പ്രശ്നം. ആള് ഇവിടുന്ന് പുറത്തു പോയിട്ട് 3 കൊല്ലായി. ഇതെന്താ കാരുണ്യലോട്ടറിയാ? ഈശ്വരൻ വാരികോരി കൊടുക്കലല്ലേ? അതേടാ, ഈശ്വരൻ തൊട്ടടുത്ത വീട്ടിലെ ഈശ്വരൻ കർത്ത പുറത്തിറങ്ങിയ പന്നിയൊക്കെ ഒന്ന് കൊല വിളിക്കും ഞാൻ. ചേട്ടൻ വിഷമിക്കണ്ട. അല്ലെങ്കിലും ഗോളില്ലാത്ത ഗോൾ പോസ്റ്റ് കയറി ഗോൾ അടിക്കാനേ നാട്ടിൽ ചില തെണ്ടികളുണ്ട്. അവന്മാരൊക്കെ അനുഭവിച്ചോളും. ഞാൻ അനുഭവിക്കണ കണ്ടില്ലേ? ശങ്കരൻകുട്ടി, ചില ജനങ്ങൾ അങ്ങനെയാ. നമുക്ക് ദുഃഖം തരും. എനിക്കൊരു കുട്ടി ജനിച്ചതിന് എന്റെ അളിയന്മാരനെ ഓടിച്ചിട്ട് തല്ലിയായിരുന്നു. കുട്ടി ഉണ്ടായതേ അടുത്ത വീട്ടിലെ വേലക്കാരിയില്ല. അതിനെന്താ, അതും എന്റെ കുട്ടിയല്ലേ ഉണ്ണിക്കുട്ട. ഓള് പാര കൂടിയാണാവോ. ഇത് കഴുകിയതാ. ഒന്നുകൂടി കഴിക്കോ? വീണ്ടും വീണ്ടും കഴുകാ. ഇതന്നെ കുണ്ടിയോ? വലിയ പഠിത്തക്കാരൻ ഇവിടെ ഒന്ന് അടിമപ്പണി ചെയ്യാ. കൊലപാതകയെന്ന് പറഞ്ഞ പലരും കുത്തി വെച്ചിട്ട് നിങ്ങൾ എന്തോന്നും തുറന്നു പറയാൻ? ഞാൻ പറഞ്ഞിട്ട് കോടതി പോലും വിശ്വസിച്ചില്ല. പിന്നെന്തിനാ? എന്താണ് ടാങ്ക് വൃത്തിയാക്കണത്? നാളെ മുതൽ വൃത്തിയാടാക്കാനാണോ? ഞങ്ങൾക്ക് നീരാടാനാ. ഇതെന്താ ഇപ്പൊ പെട്ടെന്നൊരു പരോള്? 1 മാസം കൂടി കഴിഞ്ഞാൽ നമുക്ക് 2 പേർക്കും ഇറങ്ങാലോ. എമർജൻസി പരോളാ. പണ്ട് അച്ഛനും അമ്മയും താമസിച്ചിരുന്ന തറവാടാകെ നശിച്ചു കിടക്ക. അതൊക്കെ നന്നാക്കണ കാര്യം ഞാൻ സൂപ്രണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു. പ്രകൃതിക്ഷോഭത്തിൽ വീട് നശിച്ച വീട് നന്നാക്കാൻ 10 ദിവസം വരെ സൂപ്രണ്ടിനെ അനുവദിക്കാം. അതിൽ കിട്ടിയതാ.
കല്യാണം കഴിഞ്ഞാ നമുക്ക് കടമുറിയിൽ കിടക്കാൻ പറ്റില്ലല്ലോ. പിന്നെ നമ്മുടെ കാര്യം രാധികയുടെ അമ്മാവനോടും കൂടി സംസാരിച്ച് എല്ലാം ഒന്ന് ഉറപ്പിക്കണം. ഞാൻ വന്നതിന്റെ 2ാം പക്കാണ് രാധിക ഇവിടെ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ആദ്യം ഇറങ്ങേണ്ടത് ഞാനാ. ഇപ്പൊ പരോളിന്റെ 10 ദിവസം കൂടി കിടക്കണോണ്ട് ആദ്യം ഇറങ്ങുന്നത് രാധികയായിരിക്കും. 8 ദിവസം കഴിഞ്ഞ് ഞാനും പിന്നാലെ വരും. അങ്ങനെയാവുമ്പോ മെയ് മാസത്തില് നമുക്ക് നമ്മുടെ കല്യാണം നടത്താം അല്ലേ? മതി, നിർത്തിക്കോ. നീ ഇവിടെ ലൈറ്റ് നന്നാക്കാൻ വന്നിട്ട് ഈ കുഴഞ്ഞാടിക്കൊണ്ട് നിൽക്കുന്ന സൂപ്രണ്ടെങ്ങാനും വന്ന് കണ്ടാലേ ഷോക്ക് അടിക്കുന്നത് എനിക്കായിരിക്കും. ഞാൻ പോയിട്ട് പിന്നെന്തെങ്കിലും കാരണം ഉണ്ടാക്കിയിട്ട് വരാം. വെയിലത്ത് അധികം ഇറങ്ങണ്ടാട്ടാ, ക്രിസ്മസ് ആയി പോവും. നമുക്ക് പോവാം. ഓ ചെല്ലു, അപ്പുറത്തെ ബ്ലോക്ക് കൂടെ നോക്ക്. വേഗം വാട്ടാ. ദേ ഇങ്ങനെ പോയാലേ കാലാവധി തീരുന്നതിന്റെ മുമ്പ് ഈ ഉണ്ണി രാധികയും കൊണ്ട് ജയിൽ ചാടുന്ന എനിക്ക് തോന്നുന്നത്. എന്നാ പിന്നെ അതിന്റെ പുറകെ നമുക്കൂടെ അങ്ങ് ചാടി പോയാലോ ഭവാനി? ഓ, അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും ചാണകക്കുടി ചെന്ന് വീണ്ടും ചാടും എന്റെ ഭാസ്കര. അയ്യോ, ഈ പറഞ്ഞ ചാണാനെ വാഴയുടെ ചോട്ടി ശകല ഇട്ട് കൊടുത്താ മതി, കോലച്ചി ഇങ്ങനെ വരും. അയ്യോ, വൃത്തിയൊട്ട വെച്ചത് വളമിടാൻ നടക്കുന്ന നാറി. പാഞ്ചി, പണികളൊക്കെ പെട്ടെന്ന് തീർക്കണോട്ടാ. നിനക്കറിയാലോ എനിക്ക് അധികം അവധി എടുക്കാൻ പറ്റൂലോട്ടാ. എവിടെയാ? ദുബായിലാ? പ്രോപ്പർ ദുബായ് അല്ല, അതിത് 14 അടി പടിഞ്ഞാറോട്ട് മാറി ചെക്കോസ്ലോവാക്യ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതിന്റെ സെൻട്രലായിട്ട് വരും. അവിടെ ആരെങ്കിലും ഉണ്ടാ? ഒന്ന് പോയി പ്രസവിക്കണോ? പുറത്ത് വിടാതെ പൂഴ്ത്തി വെച്ചിരിക്കാ. ബ്ലാക്കിൽ വിൽക്കാനായിരിക്കും. പിന്നെ പെണ്ണിന്റെ അമ്മാവനോടും വീട്ടുകാരോടും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിച്ചു. അവർക്കൊക്കെ പൂർണ്ണ സമ്മതമാ. ഇനിയിപ്പോ കാര്യങ്ങൾ അധികം നീട്ടണ്ട. നീ പുറത്തിറങ്ങിയ കല്യാണം ഉടനെ അങ്ങ് നടത്തണം. അതെ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറേഞ്ച് ചെയ്തോളാം. നീ വിളിക്കാനുള്ളവരുടെ ലിസ്റ്റ് തയ്യാറാക്കി തന്നാ മതി. എനിക്കതിന് വലിയ ലിസ്റ്റ് ഒന്നുമില്ല. പിന്നെ വേണ്ടപ്പെട്ട ആൾക്കാർ എന്തായാലും വിളിക്കും. കള്ളൻകുമാരൻ, പോക്കരട്ടി രാജപ്പൻ, ബസ് സ്റ്റാൻഡ് ജാനകി, പാതിര സരസു, ജല്ലിക്കട്ട് മേരി, മിഡ്ഷോട്ട് ഭവാനി. ഇവരൊന്നും ശരിയാവില്ല. അതെ, ഇത് കല്യാണമാ, വെടിക്കെട്ടല്ല. എങ്ങനത്തെവരായാലും ഇവരെ കേട്ട് ഞാൻ നല്ല ബന്ധാ. അത്രയ്ക്ക് നല്ല ബന്ധമാണെങ്കിൽ പിന്നെ നീ എന്തിനാ കല്യാണം കഴിക്കണേ? ഇവരൊക്കെ ആയിട്ടങ്ങ് പൊരുത്തപ്പെട്ട് ജീവിച്ചാ പോരെ. വീട്ടുകൂട്ടിയുണ്ടല്ലോ, ഞാൻ ഇവരെ കേട്ട് ജയിലിൽ വെച്ചുള്ള നല്ല ബന്ധാന്ന് പറഞ്ഞേ. അവര് വിളിച്ചില്ലെങ്കിൽ കാണുമ്പോ പൂര് തെറി പറയും. പിന്നെ വിളിച്ചാലും അവര് വരില്ല. എന്താ പകലൊക്കെ അവര് നല്ല ഉറക്കമായിരിക്കും. അഥവാ വന്നാലോ? വന്നാല് സേവരായിട്ടൊന്ന് കൈകാര്യം ചെയ്യണം. ഈ പ്രായത്തിലോ? അതല്ല, ഏതല്ല? ഈ പാഞ്ചിയുടെ അമ്മയും പെങ്ങളോന്ന് പറഞ്ഞു. പിന്നെ ബസ് സ്റ്റാൻഡ് ജാനും ജല്ലിക്കെട്ട് മേരി എന്റെ അമ്മയും പെങ്ങളും വേണേ സേവരായിട്ടിന്റെ മക്കളാന്ന് പറഞ്ഞു. എന്തുവാടാ, ഞാൻ എന്താ പടക്കക്കട നടത്തു വന്നോ? പിന്നെ ഞാനാണോ? നിങ്ങൾ തർക്കിക്കണ്ട, ഞാൻ വേറെ എന്തെങ്കിലും പറഞ്ഞോളാം. അല്ലെങ്കിൽ നിങ്ങളെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ വന്ന ടീച്ചർമാരാന്നോ, അല്ലെങ്കിൽ നിന്റെ ട്യൂഷൻ ടീച്ചറാന്നോ? എന്നെ ഇവിടെ കൊല്ല്. നീ ചത്തോളൂ. ജാനും അമ്മണിക്ക് എപ്പോഴും എത്തിയ ആരാ അത്? കൊറേ കാലയില കണ്ടിട്ട്. അതെ, ഒരു അത്യാവശ്യ കാര്യം സംസാരിക്കാനുണ്ട്. ഇവരാരും കേൾക്കണ്ട, നമുക്ക് അങ്ങോട്ട് മാറി സംസാരിക്കാം. ആണോ? വേറൊന്നുമല്ല, ഒരു കേസ് ഏറ്റെടുക്കുന്ന കാര്യം. അയ്യോ, ഞാനിപ്പോ പരോളില്ല. മാത്രമല്ല എന്റെ കല്യാണം ഉറപ്പിച്ചു. അതുകൊണ്ട് പുതിയ കേസൊന്നും പിടിക്കണില്ല. ഇത് നിനക്ക് ഗുണമുള്ള കാര്യമാണ്. 25 ലക്ഷം ഉറുപ്യ റെഡി ക്യാഷ്. 25 ലക്ഷോ? അപ്പൊ 302 ആണല്ലേ മർഡർ? അതന്നെ. എമൗണ്ട് കേട്ടപ്പോ തന്നെ തോന്നി. എങ്ങനെയാ, ആളെ തട്ടിട്ട് വരണ? ഏയ്, കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യുന്നുള്ളൂ. ആരെ കക്ഷി? നിനക്ക് സമ്മതമാണെങ്കിൽ ഡീറ്റെയിൽസ് പറയാം. ആള് പരമെന്നറിയ DSP ബാബുരാജ്. നശിപ്പിച്ചു. എന്താ കുഴപ്പം? എന്താ പേര് മാറ്റി പറയാം, ബാബുരാജ് DYSP. നീ എന്താ ആലോചിക്കുന്നത്? അയാള് ചാവണ്ടവൻ തന്നെയാ. ഇല്ലാത്ത കേസുണ്ടാക്കി നിരപരാധികൾ ആത്താക്കണ ദ്രോഹിയാ. കേട്ടില്ലേ? അവന്റെ ശല്യം സഹിക്കാൻ വയ്യാഞ്ഞിട്ടാ മിനിസ്റ്റർ പോലും അവൻ ബ്ലാക്ക്മെയിൽ ചെയ്യണെന്ന്. എത്ര പണം കൊടുത്തിട്ടും പിന്നെ മാർത്തിയ കർണംബദ കേസിന്റെ തെളിവുകൾ അവന്റെ കയ്യിലുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അവന്റെ ഭീഷണി. അതും നമ്മളോടെ എന്തിനാ മൂടി വെക്കുന്ന? എന്തായാലും ഇത് പുറത്തു വരില്ലേ? താൻ ഓവർ. ഞാൻ ഓവറാ. കാറ് ഉണ്ടായിരുന്നു. കടലെല്ലാം വലിച്ചു. ഞാൻ സംസാരിച്ചോളാം. എന്നാ ബാക്കി കഥ നീ പോയി പറ. എന്തായാലും കാര്യങ്ങളൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് നീ തന്നെ ഏറ്റെടുക്കുന്ന നല്ലത്. നിനക്ക് റിസ്ക് ഒന്നുമില്ല. പണി വേറെ ആമ്പിളി നടത്തിക്കോളും. പിന്നെ കേസ് അത് പാർട്ടി നോക്കിക്കോളും. സാധാരണ മർഡറും റേപ്പൊന്നും ഞാൻ ഏറ്റെടുക്കാറില്ല. പക്ഷെ ഇത് ഞാൻ ഏറ്റെടുക്കാം. പാർട്ടിക്ക് വേണ്ടിയിട്ടല്ലേ. അതിനെനിക്ക് പണമൊന്നും വേണ്ട. പാർട്ടിക്ക് വേണ്ടി ഇത്രയും? പാർട്ടിക്ക് വേണ്ടി മരിക്കും ഞാൻ. ജയിലിൽ നിന്ന് ഇറങ്ങിയ നിന്നെ ഞാൻ യൂത്തിന്റെ സെക്രട്ടറി ആക്കും. യൂത്തിന്റെ? യൂത്ത് വിങ് യുവജനതയുടെ സെക്രട്ടറി ആക്കും. ഇതെന്റെ വാക്കാ.
പിന്നെ എനിക്കിവിടെ ചില കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്. ഞാൻ പറഞ്ഞിട്ടേ ആളെ തട്ടാവൂ. ഓക്കെ. നീ വെറുതെ വേണ്ടാത്ത പുലിവാലി പിടിക്കണ്ടാട്ടോ. ഏതായാലും നിന്റെ പെണ്ണിന്റെ ശിക്ഷയുടെ കാലാവധി കഴിയാറേ. ഇനി അവള് നിരപരാധിയും തെളിയിച്ചിട്ട് എന്ത് കാര്യം? എടാ, എന്റെ പെണ്ണ് കഞ്ചാവല്ലാന്ന് എനിക്ക് തെളിയിക്കണം. അല്ലെങ്കിൽ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ജീവിക്കുമ്പോ വീടിന്റെ അടുപ്പിൽ നിന്ന് പുക ഉയർന്ന പോലെ ആൾക്കാർ സംശയിക്കില്ലേ? ഇടുക്കിക്ക് ഞങ്ങൾക്ക് ടൂർ പോകാൻ പറ്റൂ? ഫ്രീക്കമാരെ പിള്ളേര് സ്റ്റഫും ചോദിച്ച് വീട്ടിൽ വരൂലേ? ഹായ് ബ്രോ, ഹായ് ഡൂഡ്, ഹായ് ബാഡി. ഞാൻ ബാഡി എടുക്കൂലേ? കട്ട സീനായില്ലേ? അവള് നിരപരാധിയാന്ന് എനിക്ക് തെളിയിപ്പിച്ചേ പറ്റൂ. ആ ഡിവൈഎസ്പിയുടെ കയ്യിലിരിക്കുന്ന CD എങ്ങനെയും പൊക്കണം പാഞ്ചി. ഉണ്ണിക്കുട്ട, നീ മുട്ടുന്ന നിസ്സാരക്കാരോടല്ല, കേന്ദ്രമന്ത്രിയോട്. അവര് നിന്നെ നശിപ്പിച്ചു കളയും. എന്ത് തന്നെയായാലും അവന്മാരുടെ കള്ളത്തരം പൊളിക്കണം. രാധികയുടെ കാര്യം മാത്രമൊന്നുമല്ല, ആ പാവപ്പെട്ട സൈമൺ ജയിലിൽ കിടക്കല്ലേ? അതൊക്കെ ശരി തന്നെ. പക്ഷെ ഇന്ന് വരെ ഒരു മുട്ടുസൂചി പോലും മോഷ്ടിക്കാത്ത നീ എങ്ങനെ ഡിവൈഎസ്പിയുടെ വീട്ടിൽ കയറും? എടാ, ഇത്രയും കാലം കള്ളന്മാരുടെ ക്രിമിനൽസിന്റെ ഒക്കെ കൂടെ കഴിഞ്ഞല്ലേ? ആ അനുഭവങ്ങൾ മതിയുടെ എനിക്ക്. അനുഭവങ്ങൾ പാളിച്ചളായിരുന്നാ മതി. അനുഭവങ്ങൾ പാളിച്ചകളാകരുന്ന മതിന്ന്. ആ ഡിവൈഎസ്പിയുടെ വീട്ടിലെ ഒരു ചിമിണ്ട പട്ടിയുണ്ട്. ഇതിലൊന്നും വലിയ കാര്യമില്ലെന്നേ. രാത്രി പട്ടീനെ അഴിച്ചുവിട്ടേക്കണ വീട്ടിൽ കയറാനായിട്ട് എളുപ്പ വഴിയുണ്ടളിയാ. ഒരു മന്ത്രിസഭയെ പിടിച്ചു കൊടുക്കാനും വിശ്വാമിത്രന്റെ തപസ്സിളക്കാനും വരെ ഒരു പെണ്ണ് വിചാരിച്ചാൽ മതി. മൃഗങ്ങളുടെ കാര്യത്തിലും പെണ്ണ് തന്നെ വീക്ക്നെസ്. ഇവിടെ കിടന്ന് ബഹളൊന്നും ഉണ്ടാക്കരുത്. എന്തെങ്കിലും കുഴപ്പം പറ്റിയ തെരുവുനായി ആയതുകൊണ്ട് നിന്നെ സംരക്ഷിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. എന്നെ സംരക്ഷിക്കാൻ ഒരു പട്ടി ഉണ്ടാവില്ല, അറിയോ? ഇവിടുത്തെ പട്ടി എവിടെ പോയി? എടിയേ, ഇവിടുത്തെ നായനെ വളച്ച് ഞാൻ പുറത്തിറങ്ങണവരെ ഇവിടെ തന്നെ നിർത്തിയേക്കണം കേട്ടോ. അവൻ ചോദിച്ച കുറച്ച് നീ തന്നെ പറഞ്ഞേക്കണേ. വളച്ചോ ലൈനാക്ക്. അവന് വളച്ചോ, എന്നെയല്ല അവനെ വളക്കി. 2 കിസ്സ കൊടുത്തൊരു മൂടാക്ക്. വേറെ സദാചാര പട്ടികളൊന്നും വന്നേക്കല്ലേ. അയ്യോ, മതിലിനെ പൊക്കൂല്ലേ? എന്റെ പൊന്നു സുഹൃത്തെ, ഞാൻ ഒരു ടൂൾസും കൊണ്ടുപോകാറില്ല. ഈ കഥ ഓർക്കുന്ന ടൂൾസേ വീടിന്റെ പിന്നാമ്പറത്ത് പേ കിട്ടും. അത്രേ ഉള്ളൂ സംഭവം. ഞാൻ ഡിവൈഎസ്പി ബാബുരാജ്, ഹൗസ് ഓണർ. പൊയ്ക്കോ, നിനക്ക് ഞാൻ ശമ്പളം കൂട്ടി തരാം. ലുലു മാളിൽ കൊണ്ടുപോവാം. എന്ത് വേണേലും വാങ്ങിച്ചു. ആ പോത്ത് അവിടെ കിടന്നുറങ്ങുക, നമുക്ക് ഇവിടെ കിടന്നുറങ്ങാം. ഉറങ്ങാനാണോ വന്നത്? നിന്റെ ഒരു തമാശ. പോലീസ് അല്ല, കള്ളനാ.
വീട്ടുകാരുള്ളപ്പോ അലമാരിയുടെ താക്കോൽ അതിന്റെ പരിസരത്തോ തലേനക്കടിയിലോ ബെഡിനടിയിലോ കാണും. അത് ഉറപ്പാ. വീട്ടുകാരുടെ കിടപ്പ് കാണുമ്പോൾ പലതും തോന്നും, പക്ഷെ ഒന്നും ചെയ്യരുത്. അതാണ് മാന്യത. ഈ ചേച്ചൊന്നും എഴുന്നേറ്റ് പോയിരുന്നെങ്കിൽ അതിനെന്താണ് ഒരു വഴി? കൃഷ്ണ, എന്നെ നീയുള്ള രക്ഷ, ക്ഷമിക്കണേ. എന്റെ കൃഷ്ണ, ഭഗവാനെ രക്ഷിക്കണേ. ഭക്തേ, നിന്റെ കൂടെ കിടന്നിരുന്ന വത്സൻ എവിടെ പോയി? അദ്ദേഹം അടുക്കളയിൽ ഗോപസ്ത്രീയുമായി വെണ്ണക്കട്ട് തിന്നുകയാണ്. നിന്റെ ഈ സാമ്രാജ്യത്തിന്റെ അവകാശി വേലക്കാരിയിൽ ജനിക്കരുത്. അയ്യോ, വേഗം ചെന്ന് നീ ഒരു കാളിയ മർദ്ദനമാണു നിന്റെ ഭർത്താവിന്റെ നെഞ്ചത്ത്. അയാൾ ഇന്ന് ഞാൻ ശരിയാക്കും. ചേച്ചി, ആളെ കൊല്ലണ്ടാ. അവള് വന്ന് കേറിയപ്പോഴേ എനിക്ക് സംശയം. എന്നെ പിടിച്ചേനെ. ദൈവമേ കൃഷ്ണ, കാത്തു. ഭഗവാനെ, ഞാൻ എന്തായി കാണുന്നത്? നിങ്ങൾ എത്ര കർണാണെന്ന് ഞാൻ അറിഞ്ഞില്ല മനുഷ്യ. എടി, ഞാൻ വെള്ളം കുടിക്കാൻ വന്നാന്ന് എന്റെ പറഞ്ഞില്ലേ? ബനിയനൊരു താഴെ കിടന്നല്ലേ വെള്ളം കുടിക്കുന്നത്? നേരെ വെള്ളത്തോട്ട് ഇവിടുത്തെ സ്ഥലമുണ്ടോ? ചേച്ചി, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഈ സാര എന്നെ. ഞാൻ വെള്ളം കുടിക്കാൻ വന്നാന്ന് പറഞ്ഞില്ലേ? നീ എന്നെ തെറ്റിയിരിക്കുവാണോ? എനിക്കെല്ലാം മനസ്സിലായി. സാക്ഷാൽ കൃഷ്ണ ഭഗവാനെ പ്രത്യക്ഷപ്പെട്ട് എന്നോടെല്ലാം പറഞ്ഞത്. നിങ്ങളുമായിട്ടുള്ള എല്ലാ ബന്ധവും ഇവിടെ അവസാനിപ്പിക്കുക. ഇനി കളി എന്റെ കയ്യില. എന്റെ കൃഷ്ണ മഹാവിഷ്ണു ആയിരുന്നോ? ഭഗവാനെ, വൈകുണ്ഠനാഥ. ഭഗവാനെ, സമസ്ത അപരാധങ്ങളും പൊറുക്കണേ, കാത്തുരക്ഷിക്കണേ. ഭഗവാൻ എന്നും എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് കരുതിയിട്ട ഓരോ ശ്രീകോവിൽ നിന്നും ഭഗവാനെ ഞാൻ എടുത്തോണ്ട് പോകുന്നു. നമ്മുടെ നിയമം അതിനെ മോഷണം എന്ന് വിളിക്കുന്നതുകൊണ്ട് ആ പണി ഞാൻ നിർത്തി. ഇപ്പം 7 ദിവസത്തെ പരോള് കഴിഞ്ഞ് തിരിച്ച് ജയിലിലേക്ക് പോവുക. ഇപ്പം ഈ ജില്ലയിൽ വേറെ വിഗ്രഹമോഷ്ടാക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭഗവാൻ ധൈര്യമായിട്ടിരുന്നോളും. അങ്ങേ ആരും കട്ടുകൊണ്ട് പോവില്ല. ഈ ഭഗവാൻ ഒരു ആപത്തും വരാതെ സൂക്ഷിക്കണേ. മറ്റു ഭഗവാന്മാരെ കാത്തോളണേ, അനുഗ്രഹിക്കണേ. നമസ്കാരം. ഓ, നമസ്കാരം. ഞങ്ങള് ക്ഷേത്ര കമ്മിറ്റിക്കാരാ. ദർശനം കഴിഞ്ഞെങ്കിൽ ഓഫീസിലേക്ക് ഇരിക്കാം. അയ്യോ, ക്ഷമിക്കണം, ആതിഥ്യം സ്വീകരിക്കാനുള്ള നേരല്ല. ഓ, സ്വാമിജി ഏത് ആശ്രമത്തില്? പൂർവാശ്രമം അങ്ങ് വിയൂരാ. ഇപ്പൊ ഇവിടെ ഇരുമ്പിലും തുരുമ്പിലും സർവചരാചരങ്ങളിലും ഈശ്വരനെ ദർശിച്ചു കഴിയുക. താമസം വേണമെങ്കിൽ ഇവിടെ ഏർപ്പാടാക്കാം. അതെ, സർക്കാരിന്റെ അതിഥി മന്ദിരം അതാ ശീലം. ചെന്നില്ലെങ്കിൽ അവർ കൂട്ടിക്കൊണ്ടുപോകാൻ വരും. പിന്നെ താളമേളങ്ങളോട് ആനയിച്ചു കൊണ്ടുപോകും. അതിനിടവരുത്തും മുമ്പ് അങ്ങ് ചെല്ലണം. ഓ, ആയിക്കോട്ടെ. ഭഗവാനെ കാത്തുരക്ഷിക്കണേ. എന്തൊരു തേജസ്സ അല്ലേ? അതെ അതെ. ആ, നിർത്തണം. ഇപ്പൊ സെല്ലിന്റെ ഉള്ളിലേക്ക് കയറ്റുമോ? അങ്ങനെ സന്നിധാനത്തിലെത്തി. വിഗ്രാന്ത തിരുവടികൾ എത്തിയ പുഷ്കര, ജയിലിന് എന്റെ മരണത്തിനാക്കരുത്. പറഞ്ഞേക്കാം, കൊണ്ടുപോയി വലിച്ചിട്ടാ നോക്കണം. വെൽക്കം ടു സെൻട്രൽ ജയിൽ. നല്ല സ്ഥലത്തേക്കാ സ്വാഗതം. ഇയാള് നിന്ന നിപ്പില് സമാധിയായോ? മേ കമിങ് സാർ? വലതുകാലം വെച്ച് കയറാം. ഇവിടെയും ശ്രീകോവിലും മാത്രമേ ഞാൻ തല കുനിച്ച് കയറുള്ളൂ. ഭഗവാനെ കാക്കണേ. സ്വാമിക്ക് കാഷായത്തുള്ള കമ്പ് ഇതുവരെ മാറിയില്ലേ? പുറത്തു പോയാലും ഒപ്പിക്കുന്നുണ്ടോ? ഏയ്, ഞാനിപ്പോ ഇതിന്റെ മോക്ഷത്തിന് വേണ്ടി, അല്ലാതെ മോഷണത്തിന് വേണ്ടിയല്ല. ഡ്രസ്സ് മാറ്റി വേഗം ചെല്ലട്ടെ. ഓട്ടത്തിനും ചാട്ടത്തിനൊക്കെ പേരെടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ലോങ് ജമ്പിന് പേര് കൊടുത്തിട്ടുള്ളവർ എത്രയും പെട്ടെന്ന് അവരവരുടെ ചെസ് നമ്പർ വന്ന് വാങ്ങിക്കേണ്ടതാണ്. അടുത്തതായി പൂട്ടുകുത്തി തുറക്കൽ മത്സരമാണ്. മോഷണ കേസിൽ പ്രതിയായിട്ടുള്ളവർക്ക് വേണ്ടി മാത്രം നടത്തുന്ന ഒരു സ്പെഷ്യൽ മത്സരമാണ്. നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന കമ്പി കഷ്ണം കൊണ്ട് ആദ്യം പൂട്ട് തുറക്കുന്ന ആൾക്ക് എന്റെ വക ഒരു സമ്മാനം. വെരി ഗുഡ്. എല്ലാവർക്കും മനസ്സിലായല്ലോ? മനസ്സിലായി. അപ്പൊ എല്ലാരും പൂട്ടും കമ്പി കയ്യിലെടുത്തോളൂ. എടുത്തോളൂ.
ഇതൊക്കെ Ready? എന്ത് കൂട്ട്? റെഡി സ്റ്റാർട്ട്. ആദ്യം തുറക്കുന്ന ആൾക്ക് മാത്രമായിരിക്കും സമ്മാനം. സാറേ വെറുപ്പിക്കല്ലേ, കോൺസെൻട്രേഷൻ പോകും. നോക്ക് തുറക്ക്. ആദ്യം തുറക്കുന്ന ആൾക്കായിരിക്കും ഉജ്ജ്വലമായ സമ്മാനം ലഭിക്കുന്നത്. സാറേ ഞാൻ തുറന്നു. തുറന്നു. ആ ദേ എവിടെ? കൊള്ളാം, മിടുക്കൻ. താങ്ക് യു സാർ. ഇനി ഞാനൊരു സത്യം പറയാം. കഴിഞ്ഞ ആഴ്ച ഇവിടുത്തെ സ്റ്റോർ റൂം കുത്തി തുറന്നത് ആരാണെന്ന് അറിയാൻ ഞാൻ നടത്തിയ ഒരു അന്വേഷണമായിരുന്നു ഇത്. മത്സരമല്ലെങ്കിലും ഇവനുള്ള ട്രോഫി ഞാനിപ്പോ കൊടുക്കാൻ പോവാം. നീ ഏത്തപ്പഴം കട്ട് തിന്നല്ലടാ. ഒന്ന് നിന്നേ. എങ്ങനെയുണ്ട് ട്രോഫി? ഇതൊരു മാതിരി മറ്റേ എവറോളി ട്രോഫി ആയി പോയി. ഇത് തിരിച്ചു തരണ്ടോ? കുറച്ച് കഴിയുമ്പോഴേ ഈ ചാക്കെല്ലാം ചുമന്ന് വണ്ടി കയറ്റാനുള്ളതാ. ഇതാ പുറത്ത് കൃഷി ചെയ്യാനുള്ള ചേനയുടെയും ചെമ്പിന്റെ വിത്താ. എടാ എന്റെ ചാക്ക് നീ തന്നെ ചുമക്കണം, അല്ലെങ്കിൽ അകത്ത് ആളുണ്ടെന്ന് മനസ്സിലാവും. വേഗം ആകട്ടെ. അതെ പറഞ്ഞ പോലെ നീ എന്റെ വീട്ടിൽ കാശെത്തിക്കണോട്ടാ. ആണ് നിന്റെ അച്ഛന് കൊടുക്കാനുള്ള 2000 രൂപയും ഒരു ബ്രാൻഡിയും മൂക്കിപ്പൊടിയല്ലേ, അത് ഞാൻ ഏറ്റൊന്ന്. അതുകൊണ്ടാ ഞാനിപ്പോ കൂട്ടിക്കണത്. വേഗം ആട്ടുന്നു. ഇതൊക്കെ നിൽക്കട്ടെ. അടി കൂട്ടി അങ്ങോട്ട് ഇളകടാ. ജയിലിനക്കരെ പോണോരെ ചക്കി കേറി. ഇങ്ങോട്ടോ. അയ്യോ അവിടെ ഇറക്കി വെക്ക്. സാറ് അവിടെ വെക്കല്ലാം. ഇറക്കി വെക്ക്. നിനക്ക് ഇവിടെ അല്ലല്ലോ ഡ്യൂട്ടി, പിന്നെന്താ ഇവിടെ കിടന്ന് കറങ്ങുന്നേ? അല്ല സാറേ, ഈ ചാക്കൊക്കെ പുറത്തെ വണ്ടിയിൽ കൊണ്ടുവെക്കണമെന്ന് പറഞ്ഞു. ഈ ടാങ്കിൽ ഗോമൂത്രവും ചാണകവും കൂടെ കലക്കിയ ജൈവവളാ. ചാക്കെല്ലാം അതിനകത്ത് ഒരു ദിവസം മുക്കി വെച്ചിട്ട് നാളെ കൊണ്ടുപോയാൽ മതി. എല്ലാം കൂടെ ഇതിനകത്തോട്ട് പറഞ്ഞ നിന്റെ മോളെ ഇപ്പൊ കിള്ളൂടാ. മെല്ലെ അതിലെടുത്തിട്ട്. അല്ല ഇതിപ്പോ എന്താണ് ഇത്? നിന്ന് വട്ടം ചവിട്ടാ മാറി. അതിലെടുത്തിട്ട്. ഈശ്വര, ഈ ആത്മാവിന് കൂട്ടായിരിക്കണേ. അയ്യോ എന്തത്? ഈശ്വര, വെള്ളത്തിൽ ഓക്സിജൻ ഉണ്ടായിരിക്കണേ. എന്തോ രാസപ്രവർത്തനമാണെന്ന് തോന്നുന്നില്ല. രാസപ്രവർത്തനമല്ല സാർ, രാഘവന്റെ പ്രവർത്തനമാണ്. രാഘവനാ? ആ ഉടനെ കെട്ടഴിച്ചില്ലെങ്കിൽ ചത്തുപോകും സാർ. അയ്യോ ജൈവോളം. എനിക്ക് നീന്തൽ അറിഞ്ഞുകൂടാ സാറേ. എനിക്ക് നീന്തൽ അറിഞ്ഞുകൂടാ. കഷ്ടകാലത്തിന് കുടുക്കു വീണേക്കണം. ഇങ്ങോട്ട് നോക്കിയേ. രക്ഷപ്പെടാൻ നോക്കുന്നുണ്ടോ റാസ്കൽ? പറയടാ, വേറെ ആരെങ്കിലും ചാടാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? സൂണനും ചാടാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് സാർ. അവൻ രക്ഷപ്പെടാൻ അനുവദിക്കരുത് സാർ. സാറേ അവൻ ചത്തു. ജൈവവളമല്ല, അവന്റെ മുടി നന്നായിട്ട് വളർന്നോട്ടെ. അടുത്തത് ചെസ് നമ്പർ 66 സുഗുണൻ. സാറേ അവൻ മതിൽ ചാടാൻ പോകണം. നിങ്ങളൊക്കെ ആരാ? അതിപ്പം മനസ്സിലാക്കി തരാടാ. ബ്രോ ഗുഡ് ക്യാച്ച്. അതേടാ ബ്രോ, ഗുഡ് ക്യാച്ച്.